അടുത്ത പ്രോബ്ലം 6. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എനി നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എക്സ് നോട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഏതൊരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എക്സ്, നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാണ് വരാൻ പാടുള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അത്രയും കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഇനി ആദ്യം അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് ലിമിറ്റ്. ഇതൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുന്നത്. അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു. ഇപ്പോൾ അസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എടുക്കുക. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, എൽ എന്നെടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ എടുത്തു. ഇനി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എൽ സ്ക്വയർ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. എൽ ഇവിടെ എന്താണ്, നമുക്ക് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്നാണ്. സോ എൽ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എൽ ഇൻറ്റു എൽ എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് എന്ന് പറയും അല്ലേ. കാരണം എന്താ, ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ലിമിറ്റ് നമ്മൾ കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുത്ത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ആണ് അല്ലേ. ഇപ്പോൾ ഏത് നമ്പറിന്, അതായത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്നാണ് കിട്ടുക. ഇനി അതേമാതിരി നമ്മൾ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ടു. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും റൂട്ട് ഇൻറ്റു റൂട്ട് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത് ആ നമ്പർ തന്നെയാണ് കിട്ടുക. സോ അത് പ്രകാരം നമുക്ക് ഇത് എന്ത് കിട്ടും, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സ് എന്തായിട്ട് മാറും, എക്സ് നോട്ടായിട്ട് മാറും. സോ അതെന്ന് പറയുന്നത് എക്സ് നോട്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്നത് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് നോട്ട് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. എൽ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് നോട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് റൂട്ട് എക്സ്. കാരണം എന്താ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അത് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടിയിരുന്നത്, എൽ ആണെന്നാണ് എഴുതിയിരുന്നത്. നമ്മൾ നേരത്തെ എൽ ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, റൂട്ട് എക്സ് നോട്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിന് നമുക്ക് റൂട്ട് എക്സ് നോട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, പിന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയുന്നതാണ്, റൂട്ട് എക്സ് എന്നാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, റൂട്ട് എക്സ് നോട്ടായിട്ട് മാറും. ഇവിടെ എന്താ ചെയ്തത്, എക്സിന് പകരം ഈ ഒരു ഇക്വേഷനിൽ എക്സിന് പകരം എക്സ് നോട്ട് റീപ്ലേസ് ചെയ്തപ്പോഴാണ് നമുക്കിപ്പോൾ ഉള്ളത് കിട്ടിയത്. സോ ഇതെന്ന് പറയുന്നത് എന്ത് എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് അങ്ങനെ എഴുതാൻ പറ്റിയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ അതെന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ഒരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതേമാതിരി തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് യൂസിങ് ദ കണ്ടിന്യൂറ്റി ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് ഈ താഴെ കണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് എക്സ് എന്ന് പറയുന്നുണ്ട്. അടുത്ത പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓരോന്നിൻ്റെയും, അതായത് ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് എക്സ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 1 മൈനസ് റൂട്ട് എക്സ് ചെയ്ത് കിട്ടുന്നത് ഇസ് ഈക്വൽ ടു നമുക്ക് ഒരു എന്തെങ്കിലും കിട്ടും. അതെന്ന് പറയുന്നത് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഈ ലിമിറ്റിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 2x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4
1 മൈനസ് റൂട്ട് എക്സ് എന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറയും. ഓക്കെ, ഇപ്പം നമ്മളിനി ഓരോ ലിമിറ്റ്, ആദ്യത്തെ ഈ മുകളിലുള്ള ലിമിറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, താഴെയുള്ള ലിമിറ്റ് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2x എന്ന് പറയുന്നത് 2 കോൺസ്റ്റൻ്റ് ആണ്. സോ 2നെ പുറത്തേക്ക് എടുത്ത് 2 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4x എന്ന് വരും. ആണ് അവിടെ എന്താ യൂസ് ചെയ്തത്? യൂസിങ് ദ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ എന്ന് പറയുന്നതാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു, ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4x എന്ന് പറയുന്നത്. എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എന്ത് വരും? 2 ഇൻറ്റു 4 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 2x എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഇതേമാതിരി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 1 മൈനസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് കാണുക, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 1 മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 റൂട്ട് എക്സ് എന്ന് പറയുന്നത്. അതായത് ഇതിന് ഇതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 1 പിന്നെ മൈനസ് കൊടുത്തു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 റൂട്ട് എക്സ് എന്ന് നമ്മൾ ഉപയോഗിച്ചു അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ എന്താ ഉപയോഗിച്ചത്? അഡീഷൻ എന്ന് പറയുന്നതും കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന റൂളുമാണ് ഉപയോഗിച്ചത്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻറ്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി 1 തന്നെ. ഇനി ഇവിടെ എന്തായിട്ട് മാറും? ഈ ഒരു ഇതിൽ എക്സിന് പകരം 4 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? റൂട്ട് 4 എന്ന് വരും. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. സോ 1 മൈനസ് 2 എന്ന് പറയുന്നത് -1. ഇതെന്ന് പറയുന്നത് നോട്ട് ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഇപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്തായിട്ട്? അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 1 മൈനസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ കോഷ്യൻ റൂൾ ഉപയോഗിക്കാം. കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറയണേ. എന്താ പറയുക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 കോഷ്യൻ റൂൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇതേമാതിരി സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 2x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 1 മൈനസ് റൂട്ട് എക്സ്. ഇതേമാതിരി എഴുതാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ വിച്ച് ഈസ് നോട്ട് ഇസ് ഈക്വൽ ടു 0. അതെന്ന് പറയുന്നത് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ബോത്ത് ലിമിറ്റ്, ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നതും ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതും ഇൻഡിവിജ്വലി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 ഡിവൈഡഡ് ബൈ -1 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു -8 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ 3 ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ഫസ്റ്റത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? -8 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ എ പാർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബി പാർട്ട് ക്വസ്റ്റ്യൻ. ബി പാർട്ട് എന്തായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 2x² മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇനി ഈ ഫംഗ്ഷൻ നമ്മൾ നോക്കാം. അപ്പോൾ ഇതിൽ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അത് ഡിനോമിനേറ്ററിലാണ് അല്ലേ കിടക്കുന്നത്. റൂട്ട് എക്സ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ദ ഡിനോമിനേറ്റർ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ വാനിഷസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതായത് ഇതായിരുന്നു നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 2x² മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാണ്. നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് വരും? 0 എന്ന് വരും. സോ 0 കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നമുക്കിത് ഡിഫൈൻഡ് അല്ല. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 2x² മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എന്ന് പറയുന്നതിന് ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് മാറ്റി എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്ത് പറയാൻ പറ്റും? അതായത് 2x² 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഒരു എക്സിനെ നമുക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എന്ന് പറയും. സോറി, ഈ ഒരു എക്സിനെ കൂടി നമ്മൾ മാറ്റി എഴുതുന്നുണ്ട്. എന്താക്കിയതാണ്? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ റൂട്ട് 6ഉം ഇങ്ങനെ എഴുതാം. ഇത്രയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മുകളിൽ നിന്നൊരു റൂട്ട് എക്സ് കോമൺ ആണ്. സോ റൂട്ട് എക്സിന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് എക്സ് ഇൻറ്റു 2x റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ഒരു റൂട്ട് എക്സ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റൂട്ട് എക്സും ഈ ഒരു റൂട്ട് എക്സ് കൂടി എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്താ വരിക? 2x ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു 2x റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് ഫോർ ആൾ എക്സ് വിച്ച് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതി? ഈ ഒരു ഫോമിൽ എഴുതി. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 2x² മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 2 റൂട്ട് എക്സ്
2x√x - എന്ന് പറയും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 2x√x മൈനസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 √x എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2നെ പുറത്തേക്ക് എടുത്ത് 2 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 √x മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 √x എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എക്സ്റ്റെൻഡിങ് ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 2 ഇൻറ്റു 0 ഇൻറ്റു ഇവിടെയും √0 എന്ന് പറഞ്ഞാലും 0 മൈനസ് √0 എന്ന് പറയുന്നത് 0. സോ നമുക്ക് എന്ത് വരും, ആ ലിമിറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്ക് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0, 0 മൈനസ് 0 എന്ന് പറയുന്നത് 0. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് അതെന്തായിട്ട് മാറും, നമുക്ക് 0 ആയിട്ട് നമുക്ക് ഇവിടെ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ല. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഡസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 mod x ഡിവൈഡഡ് ബൈ എക്സ് എക്സിസ്റ്റ് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞത്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഈ ഒരു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 mod x ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തുകൊണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇതിനൊന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 mod x ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം mod x, നമ്മൾ +2 കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചൊരു കാര്യമാണ് mod x എന്താണെന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ mod x ഒന്ന് മാറ്റി എഴുതി. mod x എന്ത് എഴുതാൻ പറ്റും നമുക്ക്, എക്സ് വെൻ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ -x എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഫോർ എക്സ്, ഇവിടെ ഒരു പ്രിൻ്റ് മിസ്റ്റേക്ക് ഉണ്ട്, ഫോർ എക്സ് ലെസ് ദാൻ 0 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് mod x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് f(x) mod x ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇങ്ങനെ ഇവിടെ 1 വന്നത് ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ അതേമാതിരി ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ mod x വാല്യൂ എന്ന് പറയുന്നത് എക്സ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, mod x ബൈ എക്സ് എന്നല്ലേ, എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടും. ഇനി അതേമാതിരി എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ mod x വാല്യൂ എന്താ, -x ദെൻ ഡിവൈഡഡ് ബൈ യുവർ എക്സ്. സോ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു -1. അങ്ങനെയാണ് നമുക്ക് f(x) mod x ഡിവൈഡഡ് ബൈ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് -1 ഫോർ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതായത് f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അതേമാതിരി അതായത് ഈക്വൽ ടു 0, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാ പറഞ്ഞത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ 1 ആണ്. അത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ദ ഫംഗ്ഷൻ f(x) ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാത്തത് നമുക്ക് നോക്കാം. കാരണം ഫോർ എനി റിയൽ നമ്പർ എക്സ് ലെസ് ദാൻ 0, അതായത് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1. ഏതൊരു എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന സമയത്ത് f(x) എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു മിനിറ്റ് ഒരു എറർ കൂടിയും പറയാനുണ്ട്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, വെറും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ. ഇവിടെ ഞാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊണ്ടുവന്ന് ഇവിടെ ഗ്രേറ്റർ ദാൻ 0. അതായത് നമ്മൾ ഇനി അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ 0 എന്നുള്ള ഒരു കണ്ടീഷൻ ഇവിടെ ചേർത്ത് വെക്കുകയും വേണേ. ഇങ്ങനെയാണ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഇത് കണ്ടീഷൻ പറയാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റും, ഞാൻ അത് ആദ്യം എഴുതി പിന്നെ വെട്ടിട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പറയാൻ കാരണം ഈ ഒരു കേസിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, 0/0 എന്ന് പറയും അല്ലേ. ഇപ്പോൾ 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു കണ്ടീഷൻ അവിടെ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയണത്, പിന്നെ ഈ ഗ്രാഫ് നോക്കുക. നമ്മൾ ആക്ച്വലി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. ഏതാണ് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ f(x) is equal to mod x ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫാണ് നമ്മൾ വരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത്
എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0യിൽ നമുക്ക് ഫംഗ്ഷന് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല. ഇവിടെ ഒരു ഹോൾ ഇട്ടിരിക്കുന്ന എന്താ, 0യിലും ഫംഗ്ഷന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എവിടെ ഇല്ല, അതായത് നമുക്ക് 0യിൽ ഡിഫൈൻഡ് അല്ല. പിന്നെ അതുമാതിരി തന്നെ നമുക്ക് അതായത് നമ്മൾ എവിടെ നിന്ന് അറിയാണ്, ലെഫ്റ്റ് സൈഡ് എക്സ് ലെസ് ദാൻ 0 ആയിട്ട് നമ്മൾ 0യിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അതുമാതിരി എക്സ് ഗ്രേറ്റർ ദാൻ 0യിലൂടെ വന്നിട്ടും നമ്മൾ 0യിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല, അതായത് ഒരു സിംഗിൾ നമ്പറിലോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഗിവൺ ഫംഗ്ഷന് എന്തില്ല, ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വേർഡിൽ പറയേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സിൻസ് ഫോർ എനി റിയൽ നമ്പർ എക്സ് ലെസ് ദാൻ 0 എഫ് ഓഫ് എക്സ് ഈസ് -1 ആൻഡ് ഫോർ എനി റിയൽ നമ്പർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എഫ് ഓഫ് എക്സ് ഈസ് 1. സോ നമുക്ക് പറയാൻ പറ്റും ദർ ഈസ് നോ നമ്പർ എൽ വിച്ച് ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് ആസ് എക്സ് അപ്രോച്ചസ് ടു 0 ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് 0 ഹെൻസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു മോഡ് എക്സ് ഡിവൈഡഡ് ബൈ മോഡ് എക്സ് എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെയുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് നമുക്കവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ പറയാനുള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു വേർഡ്സ്, ഇത്രയും വേർഡ്സ് നമുക്ക് ഇങ്ങനെ എഴുതണം എന്നുള്ളതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നതും പഠിച്ചു വയ്ക്കുക. എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ അതേമാതിരി തന്നെ എഴുതി വയ്ക്കാനും കൂടി നമുക്ക് പറ്റണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നേരം നമ്മളെന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ലിമിറ്റിനെ കുറിച്ചിട്ടായിരുന്നു. എന്താണ് ലിമിറ്റ്, അല്ലെങ്കിൽ എന്താണ് ലിമിറ്റിനെ കൊണ്ടുള്ള ഉപകാരം, അങ്ങനെയുള്ള ലിമിറ്റ് അറ്റ് സിംഗിൾ പോയിൻ്റ് എന്ന് പറയുന്നതായിരുന്നു നമ്മൾ പഠിച്ചത്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഇനി നമ്മൾ എക്സ്ട്രീം വളരെ വലിയ നമ്പേഴ്സ് വരുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ, 1 2 എന്നൊക്കെ പറഞ്ഞ്, ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള നമ്പറിനെയാണല്ലോ നമ്മൾ എന്ത് പറയുക, ഇൻഫിനിറ്റി എന്ന് പറയുക. അതായത് നമ്മൾ എക്സും വൈ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസ് ആണ്, അതുമാതിരി തന്നെ ഇത് വൈ ആക്സിസ് ആണെങ്കിൽ ഈ ഒരു ലാർജ് എക്സ്ട്രീം എൻഡിലേക്ക് നമുക്ക് ഇവിടുത്തെ അറിയാത്തതിന് നമ്മളിവിടെ പ്ലസ് ഇൻഫിനിറ്റി എന്നും, ഈ ഒരു മൈനസ് ഇവിടത്തുള്ള ഏറ്റവും എൻഡിൽ, അതായത് നമുക്കിപ്പോൾ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം കോടി അങ്ങനെ ഒരുപാട് പറഞ്ഞ് പിന്നത്തെ നമ്പർ കുറേ കഴിഞ്ഞ് കഴിഞ്ഞുള്ള നമ്പറുകളൊന്നും നമുക്കിപ്പോൾ അറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 2 3 എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് നമ്പേഴ്സാണ് വരുന്നത്. സോ ആ എൻഡിലോട്ട് പോകുന്ന ഒരു നമ്പറാണ് പോസിറ്റീവ് ഇൻഫിനിറ്റി, പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ -1 -2 അതേമാതിരി -3. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരുപാട് കേസുകളുണ്ടാകും. ഇപ്പോൾ ഈ ഒരു സെക്ഷനിലോട്ട് ഇങ്ങോട്ട് വരുന്നതിന് നമ്മൾ എന്ത് പറയുകയാണ്, അവിടെ നെഗറ്റീവ് ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയും. ഇപ്പോൾ ഈ ലിമിറ്റ് ഇനി ചില ഫങ്ഷൻസിന് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലും അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലൊക്കെ എങ്ങനെയാണ് ലിമിറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ നോക്കാം. ഇവാലുവേറ്റ്, അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്. നമ്മളോട് ഈ ഫോളോയിങ് ലിമിറ്റ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് വൺ എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇതിപ്പോൾ എക്സ് ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് വെരി ലാർജ്, ഏറ്റവും വലുതായിട്ട് പോവുകയാണ്, നമുക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് എന്താണെന്നാണ് നമ്മളിവിടെ കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. എക്സ് ബിക്കം ലാർജർ ആൻഡ് ലാർജർ. എക്സ് എന്ന് പറയുന്നത് ലാർജർ ആൻഡ് ലാർജർ ആകുമ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ 1/xൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോന്ന് ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾ 1/xൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയോണ്ടിരിക്കുമ്പോഴാണ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് പോകണേ. ഇപ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടത്തോട്ടാണ്, 0യിലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ -ഇൻഫിനിറ്റിയിലോട്ട് പോകണേ. അപ്പോൾ അതേമാതിരി തന്നെ എക്സ് എന്ന് പറയുന്നത് -ഇൻഫിനിറ്റി
ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഫംഗ്ഷൻ എന്തിലോട്ട് അടുത്ത് വരുന്നത് സീറോയിലോട്ട് അടുത്തോട്ട് വരിക അല്ലേ. അതായത് ഈ ഒരു പോയിന്റ് ഈ ഒരു ലൈൻ എന്ന് പറയും ഇവിടെ സീറോ ആണല്ലോ, അതായത് 1 - 1 ഇവിടെ 1 - 1 ഇവിടെ സീറോ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഗ്രാഫ് എവിടത്തോട്ടാണ് അപ്രോച്ച് ചെയ്തുകൊണ്ട് പോകുന്നത്, സീറോയിലോട്ടാണ് അപ്രോച്ച് ചെയ്തോട്ട് പോണത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ആസ് എക്സ് ബിക്കം ലാർജർ ആൻഡ് ലാർജർ 1/x ബിക്കം സ്മാളർ ആൻഡ് സ്മാളർ. അതായത് എക്സ് കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ 1/x എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. ഇവിടെ നോക്കിക്കേ 1/xൻ്റെ വാല്യൂ എക്സ് ഇങ്ങനെ കൂടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും എക്സിൻ്റെ വാല്യൂ കൂടുതലല്ലേ. ഇപ്പോൾ ഇവിടെ 1, 2, 3, 4 ഇങ്ങനെ 10, 100, 1000, 1 lakh അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഫംഗ്ഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ എക്സ് ആക്സിസിനോട് അടുത്തോട്ട് വരികയാണ് അല്ലേ. അപ്പോൾ അതാ പറയണത് എക്സ് കൂടി വരുമ്പോൾ 1/x എന്ന് പറയുന്നത് ചെറുതായിട്ട് വരുന്നുണ്ട്. ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വലിയ എക്സിൻ്റെ വാല്യൂസിന് 1/x എന്ന് പറയുന്നത് എന്താണ് ചെറുതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ നമ്പറായിട്ട് മാറുമ്പോൾ അത് എവിടത്തോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്, വിച്ച് വിൽ ബി അപ്രോച്ചസ് ടു സീറോ. അതായത് 1/x എന്ന് പറയുന്നത് സീറോയിലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് പോകുന്നു എന്നാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x വിൽ ബി അപ്രോച്ചസ് ടു സീറോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാൻ പറ്റും, വേർഡ്സിൽ പറഞ്ഞ ഈ കാര്യത്തിന് നമ്മൾ ലിമിറ്റിൻ്റെ നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x വിച്ച് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ എഴുതാൻ പറ്റുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റും. ഇനി ഇതേമാതിരി തന്നെ എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുക പറയുമ്പോൾ എക്സ് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് അടുത്തോട്ട് വരുന്നത് സീറോയിലോട്ടാണ് അടുത്ത് വരുന്നത്. അപ്പോൾ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് f(x) = 1/x എന്ന് പറയുന്ന നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് പോകും എന്നാണ് പറയുന്നത്, സീറോയിലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അത് നമുക്ക് എങ്ങനെ വേർഡ്സിൽ എഴുതാം. അപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കി കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ കാര്യത്തിന് തന്നെ നമ്മൾ എങ്ങനെയാണ് വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ള കാര്യം പറയുന്നത്. അതാ പറഞ്ഞത് ആസ് എക്സ് ബിക്കം ലാർജർ ആൻഡ് ലാർജർ ഇൻ ദ നെഗറ്റീവ് സെൻസ്. അതായത് നെഗറ്റീവ് സൈഡിലോട്ട് എക്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത്. അതായത് എക്സ് ഈസ് നെഗറ്റീവ് ആൻഡ് -x ബിക്കം ലാർജ് എന്ന് പറയുന്നത്. എക്സ് നെഗറ്റീവ് ആവും, അപ്പം -x എന്ന് പറയുന്നത് ലാർജർ ആയി വരുന്ന സമയത്ത് 1/x എന്ന് പറയുന്നത് സ്മാളർ ആൻഡ് സ്മാളർ 1/x സ്മാളർ ആൻഡ് സ്മാളർ ആയിട്ട് വരും. ഒന്നുമില്ല, എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡിലോട്ട് കൂടി വരുമ്പോൾ അല്ലെങ്കിൽ എക്സിൻ്റെ -x എന്ന് പറയുന്നത് വലുതായിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, 1/x എന്ന് പറയുന്നത് സ്മാളർ ആൻഡ് സ്മാളർ ആയിട്ട് പോകുന്നു. അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് എവിടത്തോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് പോകുന്നു, സീറോയിലോട്ട് അപ്രോച്ച് ചെയ്ത് പോകുന്നു എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസ് എക്സിൻ്റെ നെഗറ്റീവ് സൈഡിലോട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന നമ്മുടെ 1/x എന്ന് പറയുന്നതും സീറോയിലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x = 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിസൾട്ട് പഠിച്ചു വയ്ക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x = 0 ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഇതേമാതിരി തന്നെ നമുക്ക് അടുത്തൊരു കാര്യം പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x എന്ന് പറയുന്നതും വിച്ച് വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൊത്തത്തിലുള്ള എൻ്റയർ റിയൽ പ്ലെയിനിൽ അതായത് നമ്മൾ എക്സ് വൈ ആക്സിസ് വരയ്ക്കുമ്പോൾ 1/xൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത്ര മാത്രം പോർഷനിൽ ഉണ്ടായിരിക്കുള്ളൂ. അതുമാതിരി തന്നെ നമ്മൾ ഇങ്ങനെ 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോർഷനിലാണ് നമ്മുടെ 1/x എന്ന് പറയുന്ന ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ്റെ ഗ്രാഫ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതേമാതിരി തന്നെ -∞ to 0 നമ്മുടെ ഈ ഗ്രാഫ് പറയണമെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രമേ ഗ്രാഫ് ഉണ്ടായിരിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ കൂടി ഒന്ന് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം. ഇനി അടുത്ത പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x = 0 എന്ന് പറയുന്ന ആ ഒരു കാര്യം ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x = 0 എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലം
പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് സോൾവ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി x-1 ഡിവൈഡഡ് ബൈ 2x+1 അല്ലേ. എന്താ പറയുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി x-1 ഡിവൈഡഡ് ബൈ 2x+1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x = 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി x-1 ഡിവൈഡഡ് ബൈ 2x-1 എന്ന് പറയുന്നത്. ഇതിലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? ത്രൂ ഔട്ടായിട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? x-1 എന്ന് പറയുന്ന ന്യൂമറേറ്ററിനെ നമ്മളവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. വോൾ ഡിവൈഡഡ് ബൈ 2x+1നെയും നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അതിന് വരുമ്പോൾ ഇവിടെ എന്താ? x/x എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും. പിന്നെ 1 - 1/x ഇതാണ് ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് വരും? 2 + 1/x എന്ന് നമുക്ക് വരും. ഓക്കെ, ഒന്നുമില്ല, ഈ എക്സും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടുത്തെ 1/x എന്ന് പറയും. അങ്ങനെയല്ല, ഒരെണ്ണം കാണിച്ചാൽ 2x+1 ഡിവൈഡഡ് ബൈ എക്സ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 2x ഡിവൈഡഡ് ബൈ എക്സ് + 1/x എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എക്സും ക്യാൻസൽ ചെയ്ത് പോകും. സോ അങ്ങനെ നമുക്ക് 2 + 1/x എന്ന് നമുക്ക് വരും. അങ്ങനെയാണ് അത് വരുന്നത്. അങ്ങനെ എഴുതിയതാണ് ഇവിടെ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1 - 1/x വോൾ ഡിവൈഡഡ് ബൈ 2 + 1/x എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും: ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയും. അതിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1 എന്ന് പറയുന്നത് 1 ആണ്. സോ അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി: 1 മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x വോൾ ഡിവൈഡഡ് ബൈ 2 + ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് നമ്മൾ എഴുതി. അതായത് ഇതിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരിക: ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 2 + ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് വരും. അതിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 - 0 ഡിവൈഡഡ് ബൈ 2 + 0. എന്തുകൊണ്ടാണ്? നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് 0 ആണ്. അതാണ് നമ്മൾ അതെങ്ങനെയാണ് 0 വന്നത് എന്നുള്ളതാണ് തൊട്ട് മുകളിലുള്ള പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചത്. പ്രോബ്ലം നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x = 0 എന്ന് പറയുന്നത് ഒരു റിസൾട്ട് തന്നെയായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അത് നമുക്ക് പ്രോബ്ലമായിട്ട് ചെയ്യാൻ യൂസ് ചെയ്യും. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി x-1 ഡിവൈഡഡ് ബൈ 2x+1 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എന്താ കിട്ടിയത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി x-1 ഡിവൈഡഡ് ബൈ 2x+1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു? 1/2 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം കഴിഞ്ഞോ? ഇല്ല, ഒരു പാട്ട് കൂടി ഉണ്ട് അല്ലേ. എന്താ അടുത്ത പാട്ട്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 3x³ - 2x² + 1 വോൾ ഡിവൈഡഡ് ബൈ 4x³ - x² + x + 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമ്മൾ എന്ത് ചെയ്യണം? ഏത് റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കണേ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതും നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചു വെച്ച ഒരു റിസൾട്ടാണ്. എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x = 0 എന്ന് പറയും. ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 3x³ + 2x² + 1 വോൾ ഡിവൈഡഡ് ബൈ 4x³ - x² + x + 2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്ററിനെയും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? x³ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? അതായത് 3x³ + 2x² + 1 വോൾ ഡിവൈഡഡ് ബൈ x³ ദെൻ ത്രൂ ഔട്ട് എന്ത് വരും? 4x³ - x² + x + 2 വോൾ ഡിവൈഡഡ് ബൈ x³ എന്ന് വരും അല്ലേ. ഇപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ വരും: 3x³ ഡിവൈഡഡ് ബൈ x³ + 2x² ഡിവൈഡഡ് ബൈ x³ + 1. ഒരു ന്യൂമറേറ്റർ മാത്രമാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഡിനോമിനേറ്റർ അതേമാതിരി ചെയ്തു കൊടുക്കും. അപ്പോൾ നമുക്ക് x³ x³ ക്യാൻസൽ ചെയ്തു പോകും. ഇവിടുത്തെ ഒരു x² ഇതിലത്തെ x² കണ്ടിട്ട് ബാക്കി ഒരു x ഉണ്ടായിരിക്കും.
നമുക്കിവിടെ 1/x³ എന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? 3 + 2/x + 1/x³ എന്ന് വരും. സിമിലർലി നമുക്ക് എവിടെയും വരും? ഡിനോമിനേറ്ററിലും 4 - 1/x + 1/x² + 2/x³ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞3 അതെന്ന് പറയുന്നത് എന്തായിട്ട് മാറും? വെറും 3 ആയിട്ട് മാറും. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 2/x എന്ന് എഴുതണം. അതിനെ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2നെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് 2 × ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 × ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x എന്ന് പറയുന്നത്. അടുത്ത ടേം അങ്ങനെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x³ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സിമിലർലി നമ്മളിവിടെ എഴുതുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 4 എന്ന് വരും. അതിനെ നമുക്ക് 4 എന്ന് തന്നെ എഴുതാൻ പറ്റും. മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x² പ്ലസ് 2 പിന്നെ നമുക്കിങ്ങനെ വരിക നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 2/x³ എന്ന് വരും. അതിൽ 2 കോൺസ്റ്റൻ്റ് ആണ്. സോ 2നെ പുറത്തേക്ക് എടുത്ത് 2 × ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x³ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ അങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് ഈ ഒരു സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞതിന് ശേഷം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ്റ്റെൻഡിങ് ടു -∞ ഓരോ ടേമും എടുത്തിട്ട് എഴുതുക. ഓരോ ടേം, അതായത് ഫസ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 3 പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 2/x പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x³ ദെൻ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 4 മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x² പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 2/x³ അത്ര എഴുതാം. അതിനുശേഷമാണ് ഈ ഒരു സ്റ്റെപ്പ് എഴുതേണ്ടത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇനി നമ്മൾ എന്ത് എഴുതി? 3 അങ്ങനെ തന്നെ എഴുതി. ദെൻ പ്ലസ് 2 × 1/x ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 0 ആണെന്ന് എഴുതി. അങ്ങനെ എഴുതി. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x³ എന്ന് പറയുന്നതും നമുക്ക് അതായത് 1/x³ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x³ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x × ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x × ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x എന്ന് അങ്ങനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ എന്ന് പറയുന്നത് 1/x എന്ന് പറയുന്നത് 0 ആണെന്ന് അറിയാം. അപ്പോൾ 0 × 0 × 0 അത് പറയുന്നത് എന്തായിട്ട് വരും? 0 ആയിട്ട് മാറും. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ അത് 0 എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ 4 മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0 വരും. പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x² അതിനെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x × ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ 1/x എന്ന് എഴുതാൻ പറ്റും. സോ 0 × 0 എന്ന് പറയുമ്പോൾ അത് 0 ആയിട്ട് മാറും. സിമിലർലി ഇത് 2 × 0 എന്ന് വരും. സോ അതൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാക്കി എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 3/4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അത്രയാണ് ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നത്.